ഹലോ വെൽക്കം ബാക്ക്. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ 1-2 ആഴ്ചയായിട്ട് വളരെ സംഭവ ബഹുലമായ കാര്യങ്ങൾ, കഥകളൊക്കെ നടക്കുന്നുണ്ട്, നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ അതിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ട് ഏതാണ്ട് എല്ലാത്തിനും ഒരു പരിസമാപ്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊക്കെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ യൂട്യൂബിലെ കേരളത്തിലെ ആദ്യത്തെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയെ പറ്റിയും മകളെ പറ്റിയിട്ടും ഞാൻ എതിരായിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ അവർ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് സഭ്യമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അസഭ്യമായ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ ഞാൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഈ പറയുന്ന പ്രസ്തുത ലേഡിയുടെ അന്തങ്ങൾ വന്നിട്ട് വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിൽ എന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചീത്ത വിളിച്ചും തെറി വിളിച്ചും ഈ കഴിഞ്ഞ തവണ ഞാനിട്ട വീഡിയോയിൽ താര എന്ന് പറയുന്ന ലേഡി ഇട്ടിരുന്നത് വല്ലാത്തൊരു മ്ലേച്ഛമായ ഒരാളെ കൂട്ടിച്ചേർത്ത് പറയാന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് കൾച്ചറില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. കുറേ പേരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറയുന്ന അത് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, കമൻറ്റ് ഇടുന്നവരായിക്കോട്ടെ, ഒരു കാര്യവും ഇല്ലാത്ത ഒരു 7 അയലത്ത് പോലും 100 അയലത്ത് പോലും ഒരു കാര്യവും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് അങ്ങനെ പറയണമെങ്കിൽ അത്രയ്ക്ക് കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അങ്ങനെ എന്നെ ഇങ്ങോട്ട് വിമർശിക്കുമ്പോൾ എനിക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തെ പറ്റിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മറുപടി കൊടുക്കുമ്പം അവർക്ക് തെറിവിളി കിട്ടുമ്പോൾ തിരിച്ച് അതേപോലെ കിട്ടുമ്പോൾ ഞാനത് മനസ്സിൽ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സന്തോഷിക്കാതിരിക്കാനായിട്ട് ഞാൻ ദൈവമൊന്നുമല്ല, സാധാ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കിട്ടട്ടെ, അവരുടെ വായിൽ നിന്നെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ സനു റിയാക്ഷൻ, ഞാൻ ആ പറയുന്ന പ്രസ്തുത ആള് കുറേ തെറി വിളിക്കുന്ന കേട്ടിട്ട് അവരെ കമൻറ്റ് വഴി ഓരോരുത്തർ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വീഡിയോകളിൽ ആളുകൾ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം മറുപടി എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഉപരി അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ച് കാലം കൊണ്ട് തന്നെ അവരത് പ്രൂവ് ചെയ്തു. അവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ അവർ വന്നിരുന്നിട്ട് പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തു. ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ എനിക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും എനിക്ക് മുഖം നോക്കേണ്ട ആവശ്യമില്ല. ആര് ചെയ്താലും തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ തെളിയിച്ചു അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു ലോഡ്ജ് വിഷയമൊക്കെ ഉണ്ടായല്ലോ. അപ്പോഴും ഞാൻ വിചാരിച്ചു, അപ്പം അങ്ങനെ ലോഡ്ജിൽ നിന്ന് അവരെ മറ്റൊരു പുരുഷനുമായിട്ട് ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആളുമായിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു, ഞാൻ കെട്ടിയ ആളല്ലേ, അവിടെ ഏതോ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു, പിന്നെ പറയുന്നു കെട്ടാൻ പോകുന്ന ആളല്ലേ എന്ന് പറയുന്നു. കണ്ടുപിടിക്കുന്നവരെയും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളെ ലൈവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വല്ലാതെ ഉരുണ്ട് കളിച്ചു. അത് ഞാൻ ഓർത്തു, കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, കുഴപ്പമില്ല, അതിനു വേണ്ടി ഇത്രയും അവരെ പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള നാടകം കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ കള്ളം പറയുന്ന സ്ത്രീകളുണ്ടോ സോഷ്യൽ മീഡിയയിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം കണ്ണടച്ചിരുട്ടാക്കാനാണെങ്കിൽ എല്ലാവർക്കും ആക്കാം. കണ്ണടച്ചിട്ട് ഇത്രയൊക്കെ കണ്ടിട്ടും ഞാൻ അവരെ പിന്താങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലായ്മയാണ്. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അവർക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. കാരണം അവർ അതുപോലെ കള്ളങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങളെ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആളുകൾ ആരും ആയിക്കോട്ടെ അവരിതെല്ലാം കണ്ടുപിടിച്ച് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കഴിയുമ്പം അവരൊരു വിക്ടിം കാർഡ് ഇറക്കലുണ്ട്. ഒരു കരച്ചിലും പിന്നെ കുറേ എക്സ്പ്ലനേഷനും പിന്നെ അങ്ങോട്ട് ഞാൻ അനുഭവിച്ചത് അതാണ് ഇതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ വിശകലനം ഇവരങ്ങ് നടത്തും. ഇത് കണ്ടു കഴിയുമ്പോൾ ആളുകളെല്ലാം കൂടെ കൂപ്പുകുത്തി വീണ്ടും അങ്ങോട്ട് തന്നെ വീഴും. ഓ എൻ്റെ മോളെ, എൻ്റെ കുഞ്ഞ്, നീ ഇത്രയും സഹിച്ചോ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു, അതാണ് ഇതാണെന്ന്
പറഞ്ഞിട്ട് ആളുകളെല്ലാം കൂടെ വീണ്ടും അവരുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിയും. നമ്മുടെ മലയാളികളുടെ ഒരു ശാപമാണിത്. ഒരു മനുഷ്യനൊന്ന് കരഞ്ഞു കാണിച്ചു കഴിയുമ്പോൾ സത്യം എവിടെയോ കിടക്കുന്നു, എത്ര വിദൂരത്ത് കിടക്കുന്നു. അതിനെ ആ കരഞ്ഞു കാണിക്കുന്ന ആ കള്ള കണ്ണീര് കണ്ടിട്ട് ആളുകളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന മലയാളികളുടെ ഈ ഒരു പൊതുധാരണയുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെക്കണം. കാര്യം ഇത്ര വ്യക്തമായിട്ട് ഈ സ്ത്രീ ഇത്ര 2-3 ആഴ്ചയായിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഇവരുടെ കല്യാണം ലൈവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് ഭയങ്കര കൂളായിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ കല്യാണം കഴിഞ്ഞില്ലേ, എന്നിട്ട് ആളെന്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുകയാണ്. ആളിവിടെയുണ്ട്, ഞാൻ എന്തിനു പറയണം, ഞങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് 2-3 ദിവസത്തിനുള്ളിൽ വരും, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ വരും. എന്താണ് വീട്ടുകാര്യങ്ങൾ പബ്ലിക്കിലാക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ഹസ്ബൻഡിനെ മകളെ ഞാൻ കാണിക്കത്തില്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ശരി, അതെല്ലാം നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങളാണ്. അത് നിങ്ങളായിട്ട് നിങ്ങളുടെ വാഗോണ്ട് തന്നെ ഇങ്ങനെയല്ല, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പബ്ലിക്കിനോട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് എന്ന് പറയാമായിരുന്നു. ഇത് നിങ്ങളായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഓപ്പോസിറ്റ് ആളുകൾ പോയി ഇത് എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ അതിന് എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരുന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഇപ്പം ഞാൻ ജയിച്ചു, എങ്ങനെയുണ്ട്, ഞാൻ ഇട്ടുകൊടുക്കാത്തതാണ്, അവനെ ഇട്ടുകൊടുക്കാത്തതാണ്. നിങ്ങൾ ഒരിക്കലും അവനെ ഇട്ടുകൊടുക്കാത്തതൊന്നും അല്ല. നിങ്ങൾ അവനെ ഇട്ടുകൊടുക്കാത്തതല്ല. നിങ്ങൾ നിങ്ങളുടെ ഫേസ് രക്ഷിക്കാൻ വേണ്ടി പൊയ്മുഖം എടുത്തണിഞ്ഞ് പ്രേക്ഷകരെ നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസവും. എന്നിട്ട് വല്ലവരും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ വന്നിട്ടുള്ള കഥയും ഇല്ലാത്ത കഥയും എല്ലാമായിട്ട് പറയും. എന്നിട്ടും പ്രേക്ഷകരോട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഞാനത് സഹിക്കണമോ, ഞാനത് അങ്ങനെ ചെയ്യണമോ, ഇങ്ങനെ ചെയ്യണമോ, അവനെ പിന്നെ ഞാൻ നോക്കണമോ, ഒരു പണിയും ചെയ്യാത്തവനെ പിന്നെ ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണമോ, എന്തൊക്കെ നിങ്ങൾ എന്തിനാ പ്രേക്ഷകരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെ ചൂസ് ചെയ്തത്, നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങൾ തന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് 2 ടൈംസ് കോട്ടയത്ത് ആലുവയോ എവിടെയൊക്കെയോ ആയിട്ട് പോയി റൂം എടുത്ത് താമസിച്ചത് ലോകത്ത് ഏതെങ്കിലും സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തിയാണോ? അന്ന് ഞാൻ ഓർത്തു, ശരി, കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ, ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ അത്രമേൽ സ്നേഹിച്ചു പോയത് കൊണ്ടായിരിക്കാം എന്ന് കരുതിയ ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈസി ആയിട്ട് ഇപ്പം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു, നിങ്ങൾ വലിച്ചെറിഞ്ഞോ അയാൾ വലിച്ചെറിഞ്ഞോ അറിയില്ല, എന്തായാലും ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നു, ഇനിയും അടുത്ത് കൊച്ചിനും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ കഴിക്കും. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇനി ഇത് കേട്ടിട്ട് എന്നെ എങ്ങനെ ഇരുന്ന് നിങ്ങൾ ചീത്ത വിളിച്ചാലും തെറി വിളിച്ചാലും അതിനെ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഈ തെറി ചീത്ത എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകുമ്പോൾ, കൾച്ചർ ഇല്ലാതെയാകുമ്പോൾ ആർക്കും പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഓരിയിടുന്ന പോലെ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് ബിരുദമൊന്നും എടുക്കണ്ട, അതിന് ഒരു ബിരുദവും എടുക്കണ്ട. കുറച്ച് ചന്തയായാൽ മതി, ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് പോയാൽ മതി തെറി വിളിക്കാൻ. അതില്ലാതെ സംസാരിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു കൾച്ചർ ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇത്രയും ദിവസം കണ്ടതിൽ ഞാൻ മറ്റുള്ള ആളുകളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഈ സൊസൈറ്റിയിൽ വന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒരമ്മയും കുഞ്ഞുമാണേ, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് വല്ലതും തരണേന്ന് പറഞ്ഞ് ദിവസവും തിണ്ടുന്നതിനെ ഞാൻ എന്നും അത് മോശമായ കാര്യമായിട്ട് തന്നെ പറയൂ. അധ്വാനിക്കാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അത് കഴിഞ്ഞിട്ടെങ്കിലും അത് നിർത്തി ജീവിക്കാൻ ഞാൻ അന്നും ഇന്നും പറയും. എല്ലാവരും അങ്ങനെയാണ് ജീവിക്കേണ്ടതും, അല്ലേ? അങ്ങനെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾ ഒരു 10,000 രൂപയെങ്ങാണ്ട് ഒരു സ്ത്രീയോട് ചോദിച്ച ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളല്ലേ ഇപ്പം എവിടെയോ കടന്ന് ഒരുത്തിന് വേണ്ടിയിട്ട് 9,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തത് നിങ്ങൾ കാണിച്ചേക്കുന്നത്? നിങ്ങളുടെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീയോട് നിങ്ങൾ 10,000 ചോദിച്ചത്, അല്ലേ? അപ്പോൾ എവിടെയോ കടന്ന ഒരുത്തിന് ഒരു കുറച്ച് നാളത്തെ സോഷ്യൽ മീഡിയ പരിചയം മാത്രം, അയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്കുണ്ട്, അല്ലേ? എന്നിട്ടും ഇപ്പം ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെ ആരും സഹായിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരോട് നിങ്ങൾ ക്യാഷ് മേടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. ഇത് തന്നെ ഓപ്പോസിറ്റ് വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് തരുന്നത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആളുകൾക്ക് കൊടുക്കുന്നതും ഒരിക്കലും തെറ്റല്ല. അതിനെ മാത്രം വേറുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അവരെ ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷെ ഞാനും അങ്ങനെ തന്നെ ആയിട്ട് നിന്നിട്ട് ഞാൻ അവരെ വിമർശിക്കുന്നതിൽ എന്താണ് അർത്ഥം ഇരിക്കുന്നത്? ഒരാൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാവുക. നിങ്ങളോട് ഏറ്റവും എനിക്ക് അപമാനവും ഇഷ്ടക്കേടും തോന്നിയ ഒരു സംഭവം എന്താണെന്നറിയോ? നിങ്ങളുടെ കുട്ടിയുടെ കാര്യം തന്നെയാണ്.
ഞാൻ ഏറ്റവും അധികം ഈ പബ്ലിക്കിൽ ആളുകളെ ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ഫാമിലി കാണുമ്പം എനിക്ക് അവരോട് ബഹുമാനം തോന്നാറുണ്ട്. അതുപോലെ അമ്മമാരെന്ന് പറയുമ്പോൾ അവർ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് സ്നേഹവും ബഹുമാനവും ഒരുപാട് തോന്നാറുണ്ട്. മക്കൾ അമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ അമ്മമാരെയോ അച്ഛന്മാരെയോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ നിങ്ങളെപ്പോഴും നാഴിക്ക് 40 വട്ടം പറയും പ്രൗഡ് മദറാണ്, ഞാൻ പ്രൗഡ് മദറാണെന്ന് പറയും. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി നിങ്ങൾ ഒരു പ്രൗഡ് മദറും അല്ല. നിങ്ങൾ പ്രൗഡ് മദറാണ്. അറ്റ്ലീസ്റ്റ് പ്രൗഡ് പോട്ടെ, ഒരു നല്ലൊരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞ് ഇത് ചെയ്യില്ല. ആ കുഞ്ഞ് വെയിൻ കട്ട് ചെയ്തു എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നു തേങ്ങാ കുത്തിപ്പം മുറിഞ്ഞതാണെന്ന് പറയുന്നു. നിങ്ങളുടെ തന്നെ വായിൽ ഇന്ന് ഇടയ്ക്ക് വരുന്നുണ്ട് വെയിൻ അറുത്ത് മുറിച്ചതാണ്, കൈഞ്ഞരമ്പ് അറുത്ത് മുറിച്ചതാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്രയധികം ഒരു കുഞ്ഞ് ചെയ്യണമെങ്കിൽ ഒരമ്മ ചെയ്ത പ്രവൃത്തി കാരണം ഒരു കുഞ്ഞ് അത്രയധികം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് അമ്മ ചെയ്ത എന്താണോ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നു അല്ലേ? നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി ആ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, അത്രയധികം അതിനെ മാനസികമായിട്ട് അത് ബാധിച്ചത് കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. എന്നിട്ടും പോട്ടെ, അത് സംഭവിച്ചു. നിങ്ങൾ ആ കുഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ ശേഷവും ഇട്ടിട്ട് പോയവനെ പിന്നെയും നിങ്ങൾ കാല് പിടിച്ച് തിരിച്ച് വിളിച്ചേക്കുന്നു. ഇട്ടിട്ട് പോയവനെ പിന്നെയും വിളിച്ച് നിങ്ങൾ വരുത്തി നിങ്ങൾ വീട്ടിൽ പൂട്ടിയിട്ടേക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് സ്നേഹമാണ് ആ കുഞ്ഞിനോടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ സ്നേഹം? ഇതാണോ പ്രൗഡ് മാം? ഇപ്പോൾ നാട്ടുകാരോട് മുഴുവൻ യാചിച്ച് ക്യാഷ് മേടിച്ച് കുഞ്ഞുങ്ങളെ വലിയ സിലബസ് പഠിപ്പിക്കുന്നതിലല്ല കാര്യം. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരോട് കടം മേടിച്ച് MBBSനും ഇതിനുമൊക്കെ വേറെ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വിട്ടിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ എന്താ, ഈ കടം മേടിച്ച പൈസ മുഴുവൻ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ തലയിലായിരിക്കും. അത് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അത്ര പെട്ടെന്ന് അത്ര വലിയ സാലറിയിൽ ജസ്റ്റ് ഒരു MBBS എടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും അത്ര വലിയ സാലറിക്ക് അവർക്ക് ജോലിക്ക് കയറാനൊന്നും പറ്റില്ല. പിന്നെയും അതിൻ്റെ പുറകെ അതിൻ്റെതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഒരുപാട് പടികൾ അവർ ചവിട്ടി കയറിയാൽ മാത്രമാണ് ഒരു വെൽ പൊസിഷനിൽ അവർക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് കുന്നുകൂട്ടി കൂമ്പാരമാക്കി ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ ഭാരം കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഈ പേരൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം അഭിമാനം ഉയർത്താൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയിൽ സ്വന്തം അഭിമാനം പണിതുയർത്താൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ പുറത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓരോ പൊസിഷൻ എന്ന് പറയുന്ന ഡോക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പദവികൾ. അതേസമയം നമുക്ക് പറ്റുന്ന സ്റ്റേറ്റ് സിലബസ് എങ്കിൽ സ്റ്റേറ്റ് സിലബസ് അതുങ്ങളുടെ പുറത്ത് ബാധ്യത ഉണ്ടാക്കാതിരിക്കുക. അതല്ലേ ഒരു നല്ല നല്ലൊരു പേരൻസ്. ഇല്ലെങ്കിൽ നമ്മൾ ആരോടും എത്ര വേണേലും കടം മേടിച്ചോളൂ, നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവണം അല്ലേ? ഒന്നുകിൽ ഭൂസ്വത്തുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് വിറ്റിട്ടാണെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു മാർഗം ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ നമ്മൾ നിരന്തരം ആളുകളോട് പൈസ ചോദിച്ചിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ പ്രൗഡാണ് എന്ന് പറയുന്നതിൽ അത്ര വലിയ അഭിമാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സാധാരണ എല്ലാവർക്കും തോന്നുന്ന സംശയങ്ങളാണ്. പക്ഷെ പലരും ചോദിക്കില്ല. കാര്യം നിങ്ങൾ തെറി വിളിക്കും, നിങ്ങൾ മര്യാദയ്ക്ക് ഇതിന് മറുപടി പറയില്ല, നിങ്ങൾ തെറി വിളിക്കും. അതുകൊണ്ട് പലരും ചോദിക്കുന്നില്ല. ഇപ്പോൾ എന്താണ്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മെറിറ്റിൽ കിട്ടിയാൽ അവർക്ക് എന്താ ഡോക്ടറായിക്കൂടെ? അങ്ങനെയല്ലേ വേണ്ടത്? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്? ഇതില്ലാത്ത ക്യാഷ് ഉണ്ടാക്കി നാഴേക്ക് 40 തൊട്ട് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാം, കുഞ്ഞിന് ഫീസ് കെട്ടാനാണ് എന്ന് പറഞ്ഞിട്ട് എത്ര പേരോട് ചോദിക്കുന്ന വോയിസ് ക്ലിപ്പാണ്, എത്ര പേരോട് നിങ്ങൾ പൈസ ചോദിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അത് പോട്ടെ, അതൊക്കെ നിങ്ങളുടെ കാര്യം എന്ന് തന്നെ വിചാരിക്കാം. ഇതിപ്പോൾ പറയും നിങ്ങളാണോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നത്, ഇത്രയും വർഷം ഞാൻ അങ്ങനെയാണോ പഠിപ്പിച്ചത്, ഇത്രയും വർഷം നിങ്ങൾ ചെയ്തതിൻ്റെ നിങ്ങൾ തന്നെ പറയുന്നില്ലേ 4 ലക്ഷം രൂപ കടമുണ്ടെന്ന്? ഇല്ലേ? നിങ്ങൾ തന്നെ പറയുന്നില്ലേ? അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ തന്നെ സൊസൈറ്റിയിൽ പറയുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ആളുകൾ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ഇരുന്ന് തെറി വിളിച്ചിട്ടോ തുള്ളിയിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. എനിക്ക് ഇപ്പോൾ തെറ്റൊരാൾ ചെയ്താൽ അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ നല്ലൊരു മെസ്സേജ് കൊടുക്കണം അല്ലേ? ഞാനിപ്പോൾ നോക്കിയിട്ട് ഒരു നല്ല മെസ്സേജും നിങ്ങൾ കൊടുക്കുന്നില്ല സോഷ്യൽ മീഡിയയിലേക്ക്. ഇപ്പോൾ പറയുന്നു ഓപ്പോസിറ്റ് ആളുകൾ ഫിജോയൊക്കെ ഇറക്കിയ ആളാണെന്ന്.
നിങ്ങൾ തനുജ വിഷയം പറയുമ്പോൾ പറയുന്നു ഓരോ ആളുകളെയും അവരിറക്കിയതാണ് ഇവർ ഇറക്കിയതാണെന്ന് തനുജ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അവർക്ക് ബുദ്ധിയില്ലേ വിവരമില്ലേ അങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് ഞാനും പറയുന്നു. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഓരോരുത്തരെ ഇറക്കിയതാണെന്ന് എന്തിനാണ് പറയുന്നത്? സ്വന്തമായിട്ട് മൂളയില്ലേ ചിന്തിക്കാൻ? അത് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഫിജോ ഇറക്കിയതാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഫിജോ ഇറക്കിയതാണെന്നും പറഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു ലോഡ്ജിൽ പോയി അവൻ്റെ കൂടെ കഴിയാനായിട്ട് തോന്നുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം 1 അവറെങ്കിൽ 1 അവർ ഒരു കുഞ്ഞുള്ളതല്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിനെ നിങ്ങൾ ന്യായീകരിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അയാളെ കൊണ്ടുവന്ന് പൂട്ടിയും ഇട്ടിട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കും ചോദിക്കാനും പറയാനും ആളുകളൊക്കെ ഉള്ളതല്ലേ? ഒരു സ്ത്രീ തന്നെ ഇത്രയധികം കാട്ടിക്കൂട്ടലുകൾ കാണിച്ചിട്ട് സൊസൈറ്റിയിൽ കാണിച്ചിട്ട് പിന്നെയും ഞാൻ പ്രൗഡാണ്, ഞാൻ പ്രൗഡ് മദറാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥം? അപ്പോൾ പിന്നെ പ്രൗഡ് എന്നുള്ളതിൻ്റെ മീനിങ് മാറ്റേണ്ട വരും, അർത്ഥം മാറ്റി വെക്കേണ്ട വരും. പ്രൗഡ് ആകണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തായാലും ഈ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വന്നിട്ടുണ്ട്. അത്യാവശ്യം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മിക്കവാറും ആളുകൾ മിണ്ടാതിരിക്കുന്നത് മാത്രമാണ്. നിങ്ങൾ പറയും എൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ എന്തിനാണ് അത് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. പലരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടു. ആരും ചോദിക്കുന്നതല്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിലിട്ടതാണ്. എൻ്റെ കല്യാണമാണ്, ഒരാളുമായിട്ട് സ്നേഹമാണ്, മന്ത്രകോടി എടുക്കുകയാണ്, അതാണ് ഇതാണ്, അങ്ങോട്ട് പോവുകയാണ് ഇങ്ങോട്ട് പോവുകയാണ്, കുറേ ഷോർട്സൊക്കെ ഇട്ട് കുറേ അങ്ങനെ ഇങ്ങനെ കാണിച്ച് നിങ്ങൾ കണ്ടന്റ് ആക്കിയതാണ്. നിങ്ങൾ കണ്ടന്റ് ആക്കി പ്രേക്ഷകരിലേക്ക് കൊടുത്തതിനെയാണ് അതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടി പ്രേക്ഷകർ ചോദിക്കുന്നത്. അതെങ്ങനെ തെറ്റാകും? സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരോടും ജനങ്ങൾ ചോദിക്കാറില്ല നിങ്ങളുടെ അതെന്തിയെ, ഹസ്ബൻഡ് എന്തിയെ, മക്കൾ എന്തിയെ, അവിടെ പോയോ ഇവിടെ പോയോ എന്തായെന്ന് ആരും ചോദിക്കാറില്ല. അങ്ങോട്ട് നമ്മൾ എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ട് മാത്രമാണ് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാറ്. അതിനെ നിങ്ങൾ അപ്പോഴത്തേക്കും അവരെ ഒരു വക ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ് അവരെ അങ്ങ് ഒഴിവാക്കും. ഇനി ഞാനൊന്നും പറയുന്നില്ല, ആരും ഒന്നും കിളിച്ച് ചെയ്യാൻ വരത്തില്ലെന്ന്. നിങ്ങൾ ആയിട്ട് പുറത്തിടാതെ ആരും ഒന്നും ചിക്കി ചെയ്യാനായിട്ട് വരില്ല. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞതുപോലെ ഞാനും പറയുകയാണ്, നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് ഒരു മകളെ വളർത്തുന്ന ഒരു അമ്മ, പക്ഷെ ഇതുപോലെ വളർത്തുന്നത് നിങ്ങളെ ഉണ്ടാവുള്ളൂ. ആ കുട്ടിക്ക് എത്രയധികം മാനസിക സംഘർഷം കൊടുക്കാവോ അത്രത്തോളം മാനസിക സംഘർഷം കൊടുത്തു തന്നെയാണ് നിങ്ങൾ വളർത്തുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ ആ പ്രവൃത്തിയിൽ എനിക്ക് മനസ്സിലായി. അത് തന്നെയല്ല, ഇത് ലാസ്റ്റ് ടൈം ആ അങ്ങനെ ചെയ്തിട്ട് പോലും നിങ്ങൾ വിചാരിക്കണമായിരുന്നു എൻ്റെ ഈ പ്രവൃത്തി അവൾ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിനി ഇങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് വിചാരിക്കാതെ അയാളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് മുറി പൂട്ടിയിട്ട് നന്നാക്കാനായിട്ട് ശരിയാക്കി എന്താണ് നന്നാവും എന്ന് വിചാരിച്ചു. ഇത്രേ നന്നാക്കി എടുക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് മകളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് എവിടെയോ പോയി നിങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത് എവിടെയോ പോയി. നിങ്ങൾക്ക് ഏറ്റവും വലുത് മകളല്ല എന്നുള്ളത് തെളിഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഇങ്ങോട്ട് തിരിച്ച് പറയാനും ആക്രോശിക്കാനും ഒക്കെ ഉണ്ടാകും. ഒന്നും ഒരു കാര്യമില്ല. ഈ 2 ആഴ്ച കൊണ്ട് 2 ആഴ്ച നിങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും തന്നെ നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്. ഇനി എൻ്റെ നേരെ ചാടിക്കടിച്ചിട്ടും ആരുടെ അന്തങ്ങളാണെങ്കിലും ചാടിക്കടിച്ചിട്ടും ഒരു കാര്യമില്ല. എനിക്ക് എപ്പോഴും പറയണമെന്ന്, നിങ്ങൾ പബ്ലിക്കിൽ കൊടുത്ത കാര്യത്തെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പബ്ലിക്കിൽ നിങ്ങൾ കൊടുത്ത ഇത്രയും കാലം കൊണ്ട് കൊടുത്ത മെസ്സേജ് ഇത് തന്നെയാണ്. ഏറ്റവും മോശമായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. തെറി വിളിക്കുന്നതോ പോട്ടെ, നിങ്ങളെ വിളിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബാക്കി പ്രവൃത്തികളൊക്കെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള രീതിക്ക് നിങ്ങൾ ചെയ്തതെല്ലാം വളരെ മോശമാണ്. ഈ ഒരു 2-3 ആഴ്ച 2 മാസം കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം അത്രയ്ക്കും മോശം തന്നെയാണ്. ഒരു സ്ത്രീയും ഒരിക്കലും അനുകരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. 40 വയസ്സുള്ള സ്ത്രീയാണ്, എല്ലാത്തിനെയും പറ്റി നല്ല ഗൗരവവും ബോധവുമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിന് ഇങ്ങനൊരു മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. ഇത് ആരും അനുകരിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.